എനിക്ക് കിട്ടട്ടെ. മാടിത്തരം കാട്ടി ഇത്തരം കിട്ടിയ പോരാ. അയ്യോ മുത്തശ്ശ വേണ്ട. ആരോടാ നീ കളിച്ചോന്നറിയോ? അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ? ഇതിന് അറിവില്ലായ്മ പറയാ, അഹങ്കാരം. എന്റെ ഭഗവാനെ, ഇവന്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തോളൂ. ഞാൻ എടുത്തിട്ടുണ്ട്. ആയുഷ്കാലം മുഴുവനും ഇവന്റെ പെട്ടി ചുമക്കാനാ നിന്റെ വിധി. ഇവനിട്ട് ഞാൻ കൊടുത്തു വിടേണ്ടതാ. ഞാനൊന്നും മനസ്സിലാക്കണ്ട, പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. പോക ഇറങ്ങുക. വാസുമതി തിരുവാ വിട തരൂ. അതിന് ചേട്ടന് വിട തരൂ. മുത്തച്ഛ എന്നോട് എന്തെങ്കിലും കാരണം തോന്നണെങ്കിൽ ഒരു STD വിളിക്ക. ആ നിമിഷം ഞാനിവിടെ പറഞ്ഞെത്തും. നീ ഇനി ഇങ്ങോട്ട് വരണോന്നേ ഇല്ല. അങ്ങോട്ട് ഇറങ്ങുക, പോവുക. അതിന് മാമല്ലി മാമ ഇടന്നേ വാ. ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. മാമന്റെ കള്ളസ്വാമിയുടെ കള്ളക്കളി പൊളിക്കാൻ ഞാൻ ഇനിയും തിരിച്ചു വരും. ആതിരയ്ക്ക് ഇങ്ങനെ ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാവാൻ വഴിയില്ലെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? അവര് തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട്, കത്തെഴുതാറുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്തേ? സ്വാമിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ പെണ്ണിനെയും തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജും കഴിച്ച് വല്ല കൊടൈക്കനാലിലും പോയി ഡോൾബി തുടങ്ങി കഴിഞ്ഞാന്. എന്താ? അല്ല, ഹണിമൂൺ. പെണ്ണ് കെട്ടി പുറത്ത് നടത്താനല്ല ഞാൻ ഈ നാട്ടിലൊന്ന്. മനസ്സിലായോ? സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷെ ഇങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയ സ്ഥിതിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇവിടെ വിഡ്വേഷം കെട്ടിക്കുന്നതിൽ ഒരർത്ഥമില്ല. അർത്ഥമില്ലെന്ന് അങ്ങ് തീർത്ത് പറയാൻ വരട്ടെ. അതെ, അനന്തൻ ജയദേവനോട് പറഞ്ഞ കാര്യങ്ങളും ആതിര ഇപ്പോൾ പറഞ്ഞതും പരസ്പര വിരുദ്ധമാണ്. ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തൻ ആതിരയെ തിരക്കി വരാനുള്ള സാധ്യത ഇനിയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും പെട്ടെന്ന് ആശ്രമം വിട്ട് പോരുന്നത് അത്ര പന്തിയല്ല. ഒന്നുമില്ലെങ്കിലും ഇത്രയും നാൾ ഭോജനം കഴിച്ചതിന്റെ നന്ദിയെങ്കിലും കാണിക്കണ്ടേ? പിന്നെ എവിടെ ഒളിച്ചിരുന്ന് അനന്തനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിലും സേഫ് അല്ലേ ആശ്രമത്തിൽ തന്നെ താമസിച്ച് അന്വേഷണം തുടരുന്നത്? മാത്രമല്ല ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് അങ്ങോട്ട് മുങ്ങിയ വൈദ്യർക്ക് വല്ല സംശയം തോന്നിയാലോ? പോലീസിലെങ്ങാനും വല്ല കംപ്ലൈന്റും കൊടുത്താ ചിലപ്പോ നമ്മളൊക്കെ കുടുങ്ങിന്ന് വരും. ഞാൻ പോയി നോക്കിട്ട് വരാം. പോലീസിന്റെ കാര്യം പറഞ്ഞോളൂ, അപ്പോഴേക്കും ജീപ്പ് കിടത്തിയോ? അയ്യോ പ്രേമദാസ, ആ കാലമാണന്മാർ ഇവിടെ എവിടെയെങ്കിലും ഒളിക്കണം. ഞാൻ പോയി നോക്കാൻ വരാം. ഇടി കൊണ്ടാലെന്താ ജയദേവാനന്ദ സ്വാമികളിലെ ആവി പിടിച്ചു തരുന്നത്? ജയദേവാ, ഈ പറമ്പിൽ അസലമാവുന്നു മുറിച്ചോളൂ. എന്തിനാ? എന്നെ ദഹിപ്പിക്കാൻ. നീ ഈ നിമിഷം അവിടെ എത്തില്ല എന്ന് വെച്ചാ ആ കംസൻ ഇന്നെ ശവദാനം നടത്തും. ഉറപ്പാ? അതിന് മാവ് തന്നെ വേണമെന്നുണ്ടോ? പ്ലാവായാലും പോരെ? എന്താ എന്ത് പറ്റി? അത് ഞങ്ങള് തല്ല്, ഞങ്ങളിവിടെ ഓണത്തല്ല് നടത്തിയതാ. അതെ ഓണത്തല്ല്. എങ്കി എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ? ഞാനും കൂടെ കൂടായിരുന്നല്ലോ. ശരിയാ, മാമ്പിള്ളിയും കൂടി വേണമായിരുന്നു. വിഷമിക്കണ്ട, ഒരാഴ്ചക്കുള്ളിൽ ഈ തല്ലിന്റെ ഫൈനൽ റൗണ്ട് ഉണ്ടാവും. കൊള്ളാൻ വരണേ. അതെ. ബസുമതി, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നീ പിന്നെ പോരുത്. അടുക്കളയിൽ ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ പറയുന്നു കേക്ക്. എനിക്കൊന്നും കേക്കണ്ട, എല്ലാം മനസ്സിലായി. ആദരയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചാണ് ഇത്ര കയ്യിലണിയാൻ. പുളിങ്കപ്പത്തിന്റെ കയറി പിടിച്ചല്ലോ, നന്നായി. നന്നായെങ്കിൽ നന്നായി. ഞാൻ അടുത്തേക്ക് വരുമ്പോ വലിയ ചവിട്ടും തൊടിയൊക്കെയായിരുന്നല്ലോ. എന്നിട്ടിപ്പോ അത് ശരി, തറുതല് പറയുമായിരുന്നെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു, അറിയോ? എന്റെ പൊന്നു വസു, എനിക്കും അതെ. നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ ഈ നിമിഷം. ഇനി വസുമതിയെ പറ്റിക്കാൻ നോക്കണ്ട. ഈശ്വര, എന്ത് പറഞ്ഞാ എവളെ വിശ്വസിപ്പിക്കേണ്ടത്? വേണ്ട, കഴുത്തു മുറി. അത് മുളകുപൊടിയാണ്, അത്രേ ഉള്ളൂ. ഇതെന്തിന്? ഇപ്പൊ കാണിച്ചു തരാം. എങ്ങോട്ടേ കയറി പോണത്? അയ്യോ, എന്തേ കാണിക്കുന്നത്? തിളച്ച വെള്ളമാണ്. ആയിക്കോട്ടെ, ഈ തിളച്ച വെള്ളം തലയിൽ കൂടെ ഒഴിച്ച് ഞാൻ ആത്മാഹുതി ചെയ്യാൻ പോവാ. അതല്ലാതെ എന്റെ സ്നേഹം തെളിയിക്കാൻ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒന്നിക്കാം. അത് ഇത് കുറച്ച് തിളച്ച വെള്ളം സ്വാമിക്ക് വേണമെന്ന് എന്തോ ആസനം ചെയ്യാനാ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്ന് കൊണ്ടുപോക്കോളാം. കൊണ്ടുപോയിക്കോളൂ. അല്ല, ഞാൻ പിന്നെ ഒന്ന് അയ്യോ, സ്വാമിക്ക് ഒരു കുറവ് ഇവിടെ വരാൻ പാടില്ല. വേഗം കൊണ്ട് കൊടുത്തോളൂ. കൊണ്ടുപോയിക്കോളൂ. ഈ പാത്രത്തിൽ ഒഴിച്ചോളൂ. വേഗം കൊണ്ട് കൊടുക്കും. അല്ല, ഈ തിളച്ച വെള്ളം കൊണ്ട് എന്താസനം ചെയ്യാനാ? എനിക്കറിയില്ല. എടാ പ്രേമദാസപ്പാ, ഈയിടെയായി വീടിനകത്തുള്ള നിന്റെ ചുറ്റികളി ഞാൻ കാണുന്നുണ്ട്. ആ കംസൻ ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പൊടി കാണില്ല. എന്റെയും കംസന്റെ കാര്യം പറഞ്ഞ് ഈ ശ്രീകൃഷ്ണനെ പേടിപ്പിക്കില്ലേ? ശ്രീകൃഷ്ണൻ ആയതുകൊണ്ടാണ് ഈ ഭാഗത്ത് കിടന്ന് വെല്ലസുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ സ്വാമി ഉണ്ടോ അവിടെ? അദ്ദേഹം എന്റെ സ്വാമി മാത്രമല്ല, ഈ ജഗത്തിന്റെ ഗുരുവാണ്. എന്നാൽ ആ ജഗദ്ഗുരുവിനോട് പറയാ, നാളെ രാവിലെ ഞാനും വൈദ്യരും കൂടി അനന്തനെ കാണാൻ പോണുണ്ടെന്ന്. ഈ വിവരം പറഞ്ഞാൽ മതിയല്ലോ. ക്യാഷ് വല്ലതും വേണ്ടി വരൂ?
ചൂണ്ടിയതാണോടാ? ഏയ് ചൂണ്ടിയൊന്നുമല്ല, ഇത് സ്വാമിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളമാണ്, ഐസ് വാട്ടർ. ആ, നല്ല ദാഹമുണ്ട്, കുറച്ചൊഴിക്കുക. ഏയ് അത് ശരിയാവില്ല. ശരിയോ തെറ്റോന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഒഴിക്കടാ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ശരിയാവില്ല എന്ന്. എന്താ ചിരിക്കണേ? ഇപ്പഴാ മാമ്പള്ളിയുടെ പേര് ശരിയായത്, മാം പൊള്ളി. എന്താ അടിച്ചു മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ടോ? കൊറേ നേരമല്ലോ തേച്ച് വെളുപ്പിക്കണു. ഇവിടെ വെളുപ്പിക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. സ്വാമി വിളിക്കാം. സ്വാമിയും പാമ്പള്ളി അതങ്ങോട്ട് കൊടുക്ക. മധുരാണ്. പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി. കല്യാണത്തിനുള്ള മുഹൂർത്തവും കുറിച്ചു. കല്യാണത്തിനോ? അപ്പൊ പെണ്ണ് കാണൽ ചടങ്ങൊന്നുമില്ലേ? കുട്ടി അവൻ നേരത്തെ കണ്ടിട്ടുണ്ടത്രേ. അനന്തം കോളേജിൽ ആതിരയുടെ മേജർ ആയിരുന്നു. അയ്യോ, അപ്പൊ പയ്യനെ പട്ടാളത്തിലാണോ ജോലി? എന്താ ഇത്? സീനിയർ എന്നാ മാമ്പള്ളി ഉദ്ദേശിച്ചത്. ആ, അധികം പോക്കിനും വരവിനും സമയമില്ലാത്ത ആളാ. അവന്റെ അമ്മാവനോടൊന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. പക്ഷേ ചെന്ന് കണ്ടപ്പോ അതൊന്നും വെറുതെ അല്ലെന്ന് ബോധ്യായി. എന്താ മാമ്പള്ളി? അതെ, ആള് സ്ഥലത്തുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോ ഡൽഹിക്ക് പുറപ്പെടാനുള്ള ഒരുക്കമായിരുന്നു. ഇനി വിവാഹത്തിന്റെ അന്ന് കാലത്തെയുള്ള വിമാനത്തിലേ തിരിച്ചു വരുള്ളൂ എന്നാ പറഞ്ഞ്. പാരമ്പര്യ ചടങ്ങുകളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവന്റെ സംസാരം കേട്ടപ്പോ ഞാനങ്ങ് സമ്മതിച്ചു. മിടുക്കനാ, ബഹുമിടുക്കൻ അല്ലേ മാമ്പള്ളി? അന്നേ സിറ്റിയിലെ ശ്രീവത്സം കല്യാണ മണ്ഡപത്തിൽ വെച്ചാ കല്യാണം. സിറ്റിയിലോ? അതെ, ഡൽഹിന്നോ ബോംബെന്നോ ഒക്കെ അവന്റെ ധാരാളം സുഹൃത്തുക്കൾ വരൂത്രേ. എല്ലാവരും കൂടി പട്ടിക്കാട്ടിലേക്ക് വരാൻച്ചാ ബുദ്ധിമുട്ടാവുന്നാ പറഞ്ഞത്. എന്തായാലും സ്വാമി കുറിച്ച മുഹൂർത്തത്തിന് വിവാഹം നിശ്ചയിച്ചു. അയ്യോ, അപ്പൊ അതിനി അധികം ദിവസമില്ലല്ലോ. എന്താ സ്വാമി, തീരുമാനം തെറ്റായോ? ഇല്ല, നന്നായി. എന്തായാലും വരൻ വിവാഹത്തിനെത്തൂലോ. എന്തേ? ഞാൻ എവിടൊക്കെ തിരക്കുന്നോ? 2 സ്വാമിമാരെ കാണാൻ വന്നിരിക്കണു. സ്വാമിമാരോ? മുത്തച്ഛനെ ആദ്യം തിരക്കിയത്. ഇല്ലാന്ന് പറഞ്ഞപ്പോ സ്വാമിയെ കാണാന്ന് പറഞ്ഞു. ആ, വന്നോളാം. അതിന് പൊക്കോളൂ. പ്രേമ, പ്രേമ, പ്രേമദാസ, പ്രേമ, എന്താ ഇത്? എന്താ നിനക്ക് പറ്റിയ? എന്താടാ? എന്താ വെച്ചാ പറയാ. കാഷായ വേഷവും കെട്ടി